വീട്ടിൽ വന്ന ശേഷം പാർക്കിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ ദിയയോട് പറയുകയാണ് ദീപ. ജഗനെക്കുറിച്ചുള്ള ആ സംസാരത്തിൽ സന്തോഷിക്കുകയാണ് ദിയ പറയുകയാണ്, ജഗനോട് കൂട്ടുകൂടുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിച്ച് നടന്നോളണം. ഇവിടെ ഒരാൾക്ക് അതൊന്നും ഇഷ്ടമല്ല, നമ്മുടെ അമ്മയ്ക്ക്. ദീപ പോയ ശേഷം ദിയ കരുതുകയാണ്, അപ്പോൾ എന്നോട് സ്നേഹമുണ്ട്, പിന്നെന്താ ഇങ്ങോട്ട് വിളിക്കാത്തത്? ഏതായാലും ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല, ഇഷ്ടം അറിഞ്ഞല്ലോ, അത് മതി എനിക്ക്. പിന്നീട് ജഗനോട് ബിനു പറയുകയാണ്, അണ്ണ ചേച്ചി പോയി നടന്ന കാര്യങ്ങളെല്ലാം അനിയത്തിയോട് പറയും. അന്നേരം അനിയത്തിക്ക് അണ്ണനോടുള്ള സ്നേഹം കൂടുകയേ ഉള്ളൂ. എന്നിട്ട് അവളൊന്ന് വിളിക്കുന്നില്ലല്ലോടാന്ന് ചോദിക്കുമ്പോൾ ബിനു ചോദിക്കുകയാണ്, എങ്ങനെ വിളിക്കും? വിളിച്ചപ്പോഴൊന്നും അണ്ണൻ എടുത്തില്ലല്ലോ, അണ്ണൻ ഒടുക്കത്തെ ജാടയായിരുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഏതു നേരവും പറഞ്ഞുകൊണ്ടിരുന്നത്, പെൺകുട്ടികൾ ഒരു പരിധിവരെ ക്ഷമിക്കത്തുള്ളൂ എന്ന്. അവര് വെറുത്തു കഴിഞ്ഞാൽ പിന്നെ വെറുത്തതാണ്. പിന്നീട് ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അവരുടെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അണ്ണൻ ഒരു കാര്യം ചെയ്, അങ്ങോട്ട് വിളിക്കെന്ന് പറയുമ്പോൾ ജഗൻ ചോദിക്കുകയാണ്, വിളിച്ചിട്ട് അവള് എടുത്തില്ലെങ്കിലോ? എടുത്തില്ലെങ്കിൽ വീണ്ടും വിളിക്കണം. അതും എടുത്തില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ പിന്നെ അങ്ങ് മറന്നു കളയണം. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ജഗന്റെ വിഷമം കണ്ട് ബിനു മനസ്സിൽ കരുതുകയാണ്, വിഷമിച്ചു അണ്ണന് അങ്ങനെ തന്നെ വേണം. എന്നിട്ട് ബിനു ചോദിക്കുകയാണ്, അണ്ണ ഞാനൊന്ന് പോയി ചേച്ചിയെ കാണട്ടെ? ദേഷ്യപ്പെട്ട് ജഗൻ പറയുകയാണ്, വേണ്ട, നീ പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം കുളമാക്കിയിട്ടേ തിരിച്ചു വരത്തുള്ളൂ. അണ്ണനാണെങ്കിൽ രാത്രി ഉറക്കവുമില്ല, പകല് ആഹാരം കഴിക്കത്തുമില്ല. ഈ തടിയാണ് അണ്ണന്റെ ബലം, അത് കളയാൻ പാടില്ല. അതിന് കോട്ടം വരുത്തുന്ന പരിപാടിയൊന്നും അണ്ണൻ ചെയ്യരുത്. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ പ്രേമമെന്ന് പറയുന്നതേ അണ്ണന് പറ്റിയ പണിയൊന്നും അല്ല. ജഗൻ പറയുകയാണ്, അതെനിക്കും അറിയായിരുന്നടാ, അതുകൊണ്ടല്ലേ ഒരുത്തിക്കും പിടികൊടുക്കാതെ ഇങ്ങനെ നടന്നത്. പിന്നെ ഇതെന്റെ മനസ്സറിയാതെ സംഭവിച്ചു പോയതാണ്. ഞാൻ അണ്ണ ഈ നിമിത്തമെന്നൊക്കെ പറയുന്നത്, ഈ നിമിത്തമായി വരുന്നതൊന്നും നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ജഗൻ ചോദിക്കുകയാണ്, അല്ല ജയലാലുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞ് ദിയയുടെ ചേച്ചി ഇപ്പോൾ വീട്ടിലെത്തി കാണുമോ? എത്താനുള്ള സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു എന്ന് ബിനു പറയുമ്പോൾ ജഗൻ ചോദിക്കുകയാണ്, അല്ല ഈ വില്ലേജ് ഓഫീസറുടെ വിലക്കുള്ളത് കൊണ്ട് ചേച്ചി ചിലപ്പോൾ അനിയത്തിയോട് കാര്യങ്ങളൊന്നും പറഞ്ഞു കാണത്തില്ല. ഇനി അവൾക്ക് എന്നോട് ആരാധന തോന്നിയിട്ട് വീണ്ടും വിളിച്ചാലോ എന്ന് ചേച്ചിക്ക് ചിലപ്പോൾ തോന്നിക്കാണും. ക്ഷമകെട്ട് ബിനു പറയുകയാണ്, അണ്ണന്റെ ആശ്വാസത്തിന് വേണ്ടി അണ്ണൻ ഓരോന്ന് ആലോചിച്ചു കൂട്ടുകയാണ്. അണ്ണന്റെ ഉള്ളിലൊരു ആളലില്ലേ, ആളൽ എന്ന് ചോദിക്കുകയാണ് ബിനു. സങ്കടത്തോടെ ജഗൻ പറയുകയാണ്, ഉണ്ട്, ഒരു നെഞ്ചിടിച്ചിൽ ഉണ്ട്. ബിനു പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട, നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിന് നമ്മളോട് സ്നേഹമുണ്ടാകുമ്പോഴാണ് ഒരാളലുണ്ടാകുന്നത്. നമ്മളെ പാടെ മറന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. തിരിച്ച് ജഗൻ ചോദിക്കുകയാണ്, നീ പറയുന്നതൊക്കെ ശരിയാണോടാ? അണ്ണ ഞാനൊരു മണ്ടനും മന്ദബുദ്ധിയും ഒക്കെയാണ്, സമ്മതിച്ചു. അണ്ണനൊരു കാര്യം ചെയ്, ഈ പ്രേമം കുലത്തൊഴിലാക്കി നടക്കുന്ന ചിലവന്മാരുണ്ട്. മനസ്സിലാകാതെ ജഗൻ നോക്കുമ്പോൾ ബിനു പറയുകയാണ്, നമ്മുടെ ആ കറണ്ട് സുനിയൊക്കെ ഇല്ലേ, അവനൊക്കെ ഈ ഗണത്തിൽപ്പെട്ടവരാണ്. അണ്ണൻ പോയി അവനോടൊന്ന് ചോദിച്ചു നോക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞത് അവൻ സമ്മതിക്കും. ജഗൻ ചോദിക്കുകയാണ്, എത്ര വലിയവനും എത്ര തന്റേടമുള്ളവനും കേവലം ഒരു പെണ്ണിന്റെ മുൻപിൽ പൂജ്യമാണ് അല്ലേടാ? പിന്നല്ലാതെ വട്ടപൂജ്യം എന്ന് പറയുകയാണ് ബിനു. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പെണ്ണിന് മുൻപിൽ എത്ര വലിയവനും വലിയ ആള് അല്ലെന്ന്. അത് ശരിയാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അണ്ണന്റെ പേര് കേട്ടാൽ ഈ നാട്ടിൽ ഏതവനും വിറയ്ക്കും. ആ അണ്ണനാണ് പ്രാർത്ഥനയോടുകൂടി ഇപ്പോൾ ഏതു നേരവും മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ജഗന്റെ ഫോൺ അടിക്കുമ്പോൾ ബിനു ചോദിക്കുകയാണ്, ചേച്ചിയാണോ അണ്ണ? അല്ലടാ, ഇവന്റെ കാര്യം നമ്മൾ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ, ഇവന് 100 ആയുസാണ്. ആ കറണ്ട് സുനില് അവൻ ആർക്കെങ്കിലും ഷോക്ക് കൊടുത്തിട്ട് വിളിക്കുകയായിരിക്കും. ജഗൻ പറയുകയാണ്, അവൻ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അവന്റെ കാലെ പിടിച്ച് ഞാൻ നിലത്തടിക്കും. ബിനു ചോദിക്കുകയാണ്, അതെന്തിനാണ്? അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ കയറി എന്നെ വിളിക്കാൻ പാടുണ്ടോന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ജഗൻ. മനസ്സിലാകാതെ ബിനു ചോദിക്കുകയാണ്, അപ്പോ ഈ സമയത്ത് ഞാനെങ്ങാനും വിളിച്ചിരുന്നെങ്കിലോ? എന്റെ കാലെ പിടിച്ച് വലിച്ചു കീറുമായിരുന്നല്ലോ. പിന്നീട് പൂജയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ജയലാൽ. പൂജ ചോദിക്കുകയാണ്, ഇങ്ങോട്ട് വന്നത് അമ്മയെങ്ങാനും കണ്ടായിരുന്നോ? അതെന്തൊരു ചോദ്യമാ ചേച്ചി, അമ്മയെ അറിയിച്ചിട്ട് വരാൻ പറ്റുമോ? എങ്ങനെയുണ്ടടാന്നും പറഞ്ഞ് അവിടേക്ക് വരികയാണ് ഹരി. ജയലാൽ പറയുകയാണ്, എല്ലാവർക്കും കല്യാണ ഡ്രസ്സ് തരാൻ വേണ്ടി വന്നതാണ്. ഡ്രസ്സ് വാങ്ങിയ ശേഷം ഹരി പറയുകയാണ്, എന്നാലേ നീ പെട്ടെന്ന് പൊയ്ക്കോ, നിന്റെ നെറ്റിയിലെ മുറിവ് കരിഞ്ഞു വരുന്നതേ ഉള്ളൂ. നീ ഇവിടെ വന്നെന്നറിഞ്ഞിട്ട് അമ്മ നിന്റെ തലയടിച്ച് പൊട്ടിക്കണ്ട. ജയലാൽ പറയുകയാണ്, അമ്മയുടെ പുന്നാര സന്തതി ഇന്ന് കോയമ്പത്തൂർ നിന്ന് വരുന്നുണ്ട്, അതുകൊണ്ട് അമ്മ ഇന്ന് എങ്ങോട്ടത്തേക്കും പോകില്ല. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അവളുടെ പഠിത്തം കഴിയാറായോ എന്ന് പൂജ ചോദിക്കുമ്പോൾ ഏതാണ്ടെന്ന് പറയുകയാണ് ഹരി. ഏതവനാണോ എന്തോ ഇനി അവളെ കെട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പൂജ പറയുമ്പോൾ ജയലാൽ പറയുകയാണ്, അതവന്റെ കാലക്കേട്, അത്ര തന്നെ. അന്നേരം അവിടെ എത്തിയ പൂജയുടെ അമ്മ ചോദിക്കുകയാണ്, ആഹാ, നീ ധൈര്യം സംഭരിച്ച് വീണ്ടും എത്തിയോ? എല്ലാവർക്കും ഡ്രസ്സുമായിട്ട് വന്നതാണ് ഞാൻ.
പൂജയുടെ അമ്മ ചോദിക്കുകയാണ്, അതുകൊണ്ട് എന്താ പ്രയോജനം ചെയ്യാ? കല്യാണത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കാർക്കും പറ്റില്ലല്ലോ. പൂജ പറയുകയാണ്, അത് കൊള്ളാം, ഇവിടെ ഒരാൾ പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ശ്രീരഞ്ജിനി പറയുകയാണ്, ഇവൻ സ്വസ്ഥമായിട്ട് കല്യാണം കഴിക്കട്ടെ ഹരി, അതിനിടയിലേക്ക് നീ വലിഞ്ഞു കയറി ചെല്ലണ്ട. പറയുകയാണ്, അമ്മയുടെ കണ്ണിൽപ്പെടാതെ എവിടെയെങ്കിലും മറഞ്ഞു നിന്ന് എനിക്ക് കല്യാണം കാണണം. പൂജ ചായ എടുക്കാമെന്ന് പറയുമ്പോൾ ജയൻ പറയുകയാണ്, വേണ്ട ഏട്ടത്തി, ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. കല്യാണത്തിന് എന്തായാലും ഏട്ടത്തിയമ്മയും ആന്റിയും വരില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ എന്നെ ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങുകയാണ് ജയലാൽ. വിജയുടെ അമ്മ പറയുകയാണ്, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, നിന്നോട് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമേ ഉള്ളൂ. നിനക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ രണ്ടാളെയും കാണാം. മോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം, ഞങ്ങൾ ശത്രുക്കളല്ല എന്നും പറയണം. ജയ പറയുകയാണ്, വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ജയ, വരാൻ പറ്റാത്തതിൽ ഒരുപാട് വിഷമവും ഉണ്ട്. എത്രയും പെട്ടെന്ന് അമ്മയുടെ സ്വഭാവം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജയലാൽ പറയുകയാണ്, ചേട്ടന്റെ അനുഗ്രഹം ഞാൻ വാങ്ങുന്നില്ല. അന്നത്തെ ദിവസം ചേട്ടൻ അവിടെ എത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എത്തിയിരിക്കുമെന്ന് പറയുകയാണ് ഹരി. ജയലാൽ പറയുകയാണ്, ഒരുപാട് ഭീഷണികൾ എനിക്കുണ്ട്, എന്നാലും എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് ദീപ. ഇനി ആരൊക്കെ എതിർത്താലും ദീപയെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. അന്നേരം പൂജ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് പറയുകയാണ്, അമ്മേ നോക്ക്, നല്ല സൂപ്പർ സാരി. ശ്രീരഞ്ജിനി പറയുകയാണ്, ജയനല്ലേ എടുത്തത്, നല്ലതായിരിക്കും. പക്ഷേ ഇതൊക്കെ ഉടുത്തുകൊണ്ട് ഇനി നമുക്ക് വേറെ ഏതെങ്കിലും കല്യാണത്തിന് പോകാം. അന്നേരം വിഷമിക്കുകയാണ് പൂജ. അതേസമയം കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ചാരുലതയെ കാത്തിരിക്കുകയാണ് രാഗിണി. പുറകിൽ നിന്ന് പ്രേമൻ പറയുകയാണ്, കണ്ടില്ലേ, മോളെയും കാത്തിരിക്കുകയാണ്. ഇത് കേട്ട് രാഗിണി ചോദിക്കുകയാണ്, പ്രേമ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മുന്നിൽ വന്നു നിന്ന് പറയണം. പ്രേമൻ പറയുകയാണ്, മുന്നിൽ നിന്ന് പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നും ഇല്ല അമ്മായി. പ്രേമ ചോദിക്കുകയാണ്, അവൾ എന്താ അമ്മേ വൈകുന്നത്? എത്താറായി എന്ന് കുറെ നേരമായിട്ട് പറയുകയാണ്, ഇതുവരെ എത്തിയില്ല. അന്നേരം കാറിന്റെ ഹോൺ ശബ്ദം കേട്ട് പ്രേമൻ പറയുകയാണ്, ദേ എത്തിയെന്നാണ് തോന്നുന്നത്. രാഗിണി ഓടിപ്പോകുമ്പോൾ ചെല്ല് അനിയത്തിയുടെ ബാഗ് എടുക്കെന്ന് പറഞ്ഞ് ഹേമയും പറഞ്ഞു വിടുകയാണ് പ്രേമൻ. ചാരുലതയെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് രാഗിണി. അവളങ്ങ് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എന്ന് ഹേമ ചോദിക്കുമ്പോൾ ചാരുലത പറയുകയാണ്, പിന്നെ അമ്മ ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ പിന്നെ ക്ഷീണിക്കാതിരിക്കുമോ? ആർക്കും അറിയില്ലായിരുന്നമ്മേ ഇവിടെ നടന്ന സംഭവങ്ങള്. ഇതിനിടയ്ക്ക് നമ്മുടെ നാട്ടുകാരനായ ഒരുത്തൻ അവിടെ ഉണ്ടെന്ന് അറിയാമല്ലോ. അവൻ അതവിടെ മൊത്തം ഫ്ലാഷാക്കി. പിന്നെ എന്നെ കൊച്ചാക്കാൻ നടക്കുന്നവർക്ക് അമ്മയുടെ കഥകളൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി ചിരിക്കാമല്ലോ. അഗ്നി പറയുകയാണ്, കളിയാക്കുന്നവരുടെ കരണത്തടിക്കണം. അവൻ പറയുകയാണ്, അത് ചാരുമോള് അടി പാസാക്കി കാണും. പറയുകയാണ്, തലമണ്ടയ്ക്ക് അടിക്കുകയും ചെയ്തു ഞാൻ. അങ്ങനെ തന്നെ വേണം, നമ്മൾ വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞ് ശരിവെക്കുകയാണ് രാഗിണി. ചാരുലതയും കൂട്ടി രാഗിണി പോകുമ്പോൾ പുറകിൽ നിന്നും പ്രേമൻ പറയുകയാണ്, അമ്മയുടെ ഫോട്ടോസ്റ്റാറ്റ് തന്നെ. ഇത് കേട്ട പ്രേമാന്ന് രാഗിണി വിളിക്കുമ്പോൾ പ്രേമൻ പറയുകയാണ്, മുന്നോട്ട് വന്ന് പറയാൻ മാത്രം ഒന്നുമില്ല അമ്മായി. ഭാര ചെവി തന്നെ ഭയങ്കരമെന്ന് പറയുകയാണ് പ്രേമൻ. കല്യാണ പെണ്ണ് എങ്ങനെയുണ്ടമ്മേന്ന് ചാരുലത ചോദിക്കുമ്പോൾ രാഗിണി പറയുകയാണ്, തരക്കേടില്ല. പിന്നെ നിന്റെ ഏട്ടന്റെ മനസ്സിൽ കയറി അവളങ്ങ് കൂടുകൂട്ടി. മൂത്തവളെ പോലെ ആണോന്ന് ചോദിക്കുമ്പോൾ രാഗിണി പറയുകയാണ്, അതൊക്കെ വന്നിട്ടേ പറയാൻ പറ്റൂ. പിന്നെ ഇവളുടെ അച്ഛനും ഒരു വക്കീലാണ്. വക്കീലന്മാരുടെ കുടുംബത്തിൽ നിന്നും പെണ്ണെടുക്കുന്നില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്? എന്ത് ചെയ്യാനാ, ഞാൻ ജയിലിൽ നിന്നും വരുന്നതിന് മുമ്പേ അവനങ്ങ് ഉറപ്പിച്ചില്ലേ അവളെ കെട്ടാംന്ന്. പിന്നെ തരക്കേടില്ലാന്ന് എനിക്കും തോന്നി. അമ്മ പറയുകയാണ്, ജയേട്ടൻ മുറിയിലുണ്ട്, മോളിൽ ചെന്ന് മോളുടെ നാത്തൂനെ കുറിച്ച് ജയേട്ടനോട് തന്നെ ചോദിക്കുക. ഞാൻ ഏട്ടനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് മുകളിലേക്ക് പോവുകയാണ് ചാരുലത. ഇതൊക്കെ കണ്ട് പ്രേമൻ പറയുകയാണ്, ചാരുമോള് വരുമ്പോഴാണ് അമ്മായിയുടെ മുഖമൊന്ന് തെളിയുന്നത്. ചിരിച്ചുകൊണ്ട് രാഗിണി പറയുകയാണ്, അവൾ എന്റെ ഇളയ മോളാണ്, ഇന്നും അവൾ എനിക്ക് കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ആരെ കണ്ടില്ലെങ്കിലും അവളെ എനിക്ക് കണ്ടേ പറ്റൂ. പിന്നീട് മണവാളോ എന്ന് വിളിച്ചുകൊണ്ട് ജയലാലിന്റെ മുറിയിലേക്ക് എത്തുകയാണ് ചാരുലത. ചാരുലതയെ കെട്ടിപ്പിടിച്ച് ജയൻ ചോദിക്കുകയാണ്, പുതുമണവാളൻ ആയിട്ടില്ല, പക്ഷെ നാളെ ആകുമല്ലോ എന്ന് പറയുകയാണ് ചാരുലത. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് വിളിച്ചതാണ്, എവിടെ കാണട്ടെ ആളെ എന്ന് പറയുമ്പോൾ ഫോൺ എടുത്ത് ജയലാൽ പറയുകയാണ്, ഓ നീ അവളെ കണ്ടില്ലല്ലേ, ഇതാണ് കുട്ടിയെന്നും പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ജയലാൽ. എങ്ങനുണ്ട്, നിനക്കൊപ്പം നടന്നാൽ ആരെങ്കിലും കുറ്റം പറയുമോ? ചാരുലത പറയുകയാണ്, എന്റെ അത്രയും പോരാ, എന്നാലും ചേട്ടൻ ചേരും. ആളെ കാണുന്ന പോലെ തന്നെ പാവമാണ്, നല്ല സ്വഭാവവുമാണ്. ചാരുലത പറയുകയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് വേറൊരാളെ കെട്ടിക്കൊണ്ടുവന്നപ്പോഴും ഏട്ടൻ പറഞ്ഞത്. അതൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ നോക്കിയും കണ്ടുമല്ലേ കല്യാണം കഴിക്കൂ. ചാരുലത പറയുകയാണ്, ഒന്നും പ്രവചിക്കാൻ പറ്റില്ലേട്ടാ, വന്നിട്ടേ വന്നെന്ന് പറയാൻ പറ്റൂ. ഇന്നലെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു, ജോൽസിനെ കണ്ടപ്പോൾ പേരുദോഷം കേൾപ്പിച്ച പെണ്ണാണെന്ന് പറഞ്ഞൂന്ന്. ഓ, നീ ജോൽസിലൊക്കെ ഇത്രമാത്രം വിശ്വസിക്കുന്നുണ്ടോ? ഒരുപാട് വിശ്വാസമൊന്നുമില്ല, പക്ഷേ ചിലര് പറഞ്ഞാൽ പറഞ്ഞതാണ്.
പ്രത്യേകിച്ച് അമ്മ കാണാൻ പോകുന്ന ജ്യോത്സ്യനെ എന്ന് പറയുകയാണ് ചാരുലത. പിന്നെ ഈ കല്യാണം ഉറപ്പിച്ചപ്പോൾ തന്നെ ചേട്ടനെ ആരൊക്കെയോ ചേർന്ന് തല്ലിയില്ലേ? അപ്പോൾ ഈ സുന്ദരിക്ക് എന്തൊക്കെയോ ദോഷങ്ങളുണ്ടെന്ന് വേണം കരുതാൻ. നീ അങ്ങനെ അതങ്ങ് ഉറപ്പിക്കല്ലേ. എന്റെ ഇഷ്ടമൊക്കെ അറിഞ്ഞ് അമ്മ ഒരുമാതിരി മൂളിയിരിക്കുകയാണ്. വെറുതെ അമ്മയുടെ മനസ്സ് നീ കലക്കി മറിക്കല്ലേ. ചാരുലത പറയുകയാണ്, ഒരു വക്കീലിന്റെ മോളെ മരുമകളാക്കാമെന്ന് അമ്മ സമ്മതിച്ചല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ഈ വീട്ടിനകത്ത് അമ്മയെയും നിന്നെയും ഒക്കെ അനുസരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇക്ബാൽ ഡോക്ടർ ഈ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി ദീപയെ പെണ്ണ് കണ്ടതും നിനക്ക് നാത്തൂനായി ദീപ മതിയെന്ന് ശക്തമായൊരു തീരുമാനമെടുത്തതും. പിന്നെ അച്ഛന് ദീപയെ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായി, ആ വീട്ടുകാരെയും. ചാരുലത പറയുകയാണ്, ഓ അച്ഛൻ പറയുന്നതിലൊന്നും കാര്യമില്ല, അമ്മ ഓക്കെ പറഞ്ഞെങ്കിൽ ഞാൻ ഓക്കെ. പിന്നെ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ അത് അന്യ വീട്ടിൽ താമസിച്ച കുട്ടിയാണെന്നും അവിടുത്തെ സംസ്കാരങ്ങളൊക്കെ പഠിച്ചതാണെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓ അതിന്റെ ആവശ്യമൊന്നും ഇല്ല ചേട്ടാ, കടന്നു വരുന്നവള് നമ്മുടെ വീടുമായി പൊരുത്തപ്പെട്ടു പോകണം. അത് കേട്ട് ജയലാൽ ചോദിക്കുകയാണ്, നാളെ നീ കല്യാണം കഴിച്ചു പോകുമ്പോൾ കയറി ചെല്ലുന്ന വീടുമായിട്ട് നീ പൊരുത്തപ്പെട്ടു പോകുമോ? അതോ ഭർത്താവിന്റെ കുടുംബത്തിന്റെ ചിട്ടകൾക്കനുസരിച്ച് നീ ജീവിക്കുമോ? ചാരുലത പറയുകയാണ്, എന്നെ ചട്ടം പഠിപ്പിക്കാൻ വന്നാൽ ഏത് കോന്തനാണെങ്കിലും അവന്റെ കർണത്തടിച്ചിട്ട് ഞാനിങ്ങ് പോരും. അപ്പോ നിനക്കെന്തുമാകാമല്ലേ എന്ന് ചോദിക്കുകയാണ് ജയലാൽ. ഞാൻ എന്റെ അമ്മയെ അതേപടി പകർത്തുന്ന കൂട്ടത്തിലാണ്. ആരെയും അംഗീകരിച്ചു കൊടുക്കത്തില്ല, ഒരുത്തനെയും ഒരുത്തിയെയും. അത്രയും പറഞ്ഞു പോവുകയാണ് ചാരുലത. മൊബൈലിലെ ദീപയുടെ ഫോട്ടോ നോക്കിയിട്ട് ജയലാൽ പറയുകയാണ്, കണ്ടല്ലോ, ഇതിനിടയിലേക്കാണ് നീ വരുന്നത്, പിടിച്ചു നിന്നോളണം. പിന്നീട് ദീപയോട് പറയുകയാണ്, അമ്മ ജഗേട്ടനെ വിലക്കിയത് കൊണ്ടാണ് ആള് മാറി നടന്നത്. ഇന്ന് ജഗേട്ടന്റെ ഫ്രണ്ട് ബീനു എന്നെ കണ്ടപ്പോൾ അതേപറ്റി പറഞ്ഞായിരുന്നു. ദീപ പറയുകയാണ്, ശരിയാണ്, അമ്മ ജഗനോട് പറഞ്ഞായിരുന്നു നിന്നെ കാണാൻ ശ്രമിക്കരുതെന്ന്. ഓ അത് ശരി, അപ്പൊ അതേപറ്റി ചേച്ചിക്കും അറിയാമായിരുന്നു അല്ലേ? അറിയാമായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു ഒരു കാരണവശാലും അമ്മ വിലക്കിയ കാര്യം നീ അറിയരുതെന്ന്. ഇപ്പൊ അയാളെ പറ്റി ചേച്ചിക്ക് എന്ത് തോന്നുന്നു എന്ന് വെച്ചാലെന്ന് ദീപ ചോദിക്കുമ്പോൾ ദിയ പറയുകയാണ്, അമ്മ താക്കീതോടുകൂടി വിലക്കിയപ്പോൾ അത് അനുസരിക്കുകയല്ലേ അയാൾ ചെയ്തത്. എന്നിട്ട് ഈ നിമിഷം വരെ ആ മനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം നടന്നതായി എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല എന്റെ ഒരു ഫോൺ പോലും എടുത്തിട്ടില്ലല്ലോ. പിന്നെ കൂട്ടുകാരനെ കൊണ്ട് പറയിപ്പിച്ചതോ എന്ന് ചോദിക്കുകയാണ് ദീപ. അത് പറയിപ്പിച്ചതൊന്നും അല്ല, ജഗേട്ടന്റെ വിഷമം കണ്ട് വിനു എന്നോട് കാര്യം പറയുകയായിരുന്നു. ദീപ ചോദിക്കുകയാണ്, അപ്പൊ നിന്നെ കാണാത്തതിലും വിളിക്കാത്തതിലും നിനക്ക് വിഷമമുണ്ട് അല്ലേ? ശരിക്കും നീ അയാളെ പ്രേമിക്കുന്നുണ്ടോന്ന് ചോദിക്കുകയാണ് ദീപ. ഏയ് ചേച്ചി, ഇതെന്തൊക്കെയായി പറയുന്നത്? എന്റെ ഓർമ്മയിൽ നീ ഒരു ചെറുപ്പക്കാരനെ പറ്റിയും ഇത്ര മതിപ്പോടുകൂടി സംസാരിച്ചിട്ടില്ല. ഒരാളെ കാണാത്തതിന്റെ പേരിൽ ഇത്രയും വിഷമിച്ചിട്ടുമില്ല. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ? ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ദിയയോട് ദീപ വീണ്ടും ചോദിക്കുകയാണ്, നീ എന്താ ഒന്നും മിണ്ടാത്തത്? കേട്ടത് സത്യമായത് കൊണ്ടാണോ ഒന്നും പറയാനില്ലാത്തത്? ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം, എനിക്കെന്തോ അയാളോടൊരു ആരാധനയുണ്ട്. തിരിച്ചുകൊണ്ട് ദീപ പറയുകയാണ്, ആ ആരാധനയുടെ പേരാണ് പ്രേമം. ചേച്ചി അതിന് കളറൊന്നും കൊടുക്കണ്ട, എനിക്ക് അയാളോട് പ്രേമമൊന്നുമില്ല. പിന്നെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി നമ്മളെ ഒരാൾ രക്ഷിക്കുമ്പോൾ നമുക്ക് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്താൽ അയാളെ നമ്മൾ ഇഷ്ടപ്പെടുമോ പിന്നെ വെറുക്കുമോ? എനിക്ക് എന്നും വേണ്ട. ഇന്ന് തന്നെ കാർത്തി എന്ന് പറയുന്നവനെ ഭീഷണിപ്പെടുത്തിയിട്ട് ചേച്ചിക്കും ജയലാലേട്ടനും അയാൾ ആത്മവിശ്വാസം തന്നില്ലേ? എന്തുകൊണ്ടാ അതൊക്കെ? അവിടെ ചേച്ചിക്കും അയാളോട് താല്പര്യമല്ലാതെ വെറുപ്പൊന്നും തോന്നിയില്ലല്ലോ. ദീപ പറയുകയാണ്, അയാള് നല്ലവനാണ്, മനുഷ്യത്വമുള്ളവനാണ്. അതിനോടൊപ്പം തന്നെ അയാൾ ഒരു ഗുണ്ടയുമാണ്. അതുകൊണ്ട് സൗഹൃദമൊക്കെ കൊള്ളാം, പക്ഷെ അതിനപ്പുറം അടുപ്പമൊന്നും വേണ്ട. പിന്നീട് ഭക്ഷണം കഴിക്കുകയാണ് രാഗിണിയും ചാരുലതയും ജയലാലും. ഗംഗാധരൻ ചോദിക്കുകയാണ്, ഹോട്ടൽ ഫുഡ് പോലെയാണോ അച്ഛൻ ഉണ്ടാക്കുന്ന ഫുഡ്? അതിനേക്കാൾ മോശമാണെന്ന് പറയുകയാണ് രാഗിണി. ചാരുലത പറയുകയാണ്, അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ, അച്ഛനുണ്ടാക്കുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എത്രയും പെട്ടെന്ന് മോള് അടുക്കള പണിയൊക്കെ പഠിച്ചോ. ജയന്റെ ഊഴം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മോളാണ്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അത്യാവശ്യം പാചകമൊക്കെ അറിയണ്ടേ? ഗംഗാധരൻ ഇങ്ങനെ പറയുമ്പോൾ രാഗിണി പറയുകയാണ്, പാചകം അറിയാവുന്ന ഒരു പയ്യനെ കൊണ്ട് എൻ്റെ മോളെ ഞാൻ കല്യാണം കഴിപ്പിക്കുന്നുള്ളൂ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.